ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പം ഗിയർ ഇടുന്നതിനെ പറ്റി പലരും നമ്മളിപ്പം എൻ്റെ ഈ ജോലി എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് ഫീൽഡാണ്. പലരും ഫ്രണ്ടിൽ കയറിയിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നോട്, ഈ ഗിയർ ഇടേണ്ട എപ്പോഴൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പലരെയും നമ്മൾ ഈ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞവരുടെ ഒരു വലിയൊരു തെറ്റാണ്, മിക്കവരുടെ വണ്ടി ഞാൻ കാണുന്നതാണ്, ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകാണ്ടാണ് മിക്കവരും വണ്ടി ഓടിക്കുന്നത്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് ഓടിക്കും. പഴയ വണ്ടിക്കാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകാണ്ട് ഓടിച്ചാലും അറിയാൻ പറ്റിയല്ല. നമ്മൾ ഓടിക്കഴിഞ്ഞാലും ചില വണ്ടിയൊന്നും അറിയാം. പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു ടൈറ്റ് ഉണ്ടാവും, മറ്റുള്ള വണ്ടിയൊന്നും അറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഹാൻഡ് ബ്രേക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ റിലീസാകും. പലതും പല രീതിയിലാണ് ഹാൻഡ് ബ്രേക്ക്. പഴയ വണ്ടിയാണ് ഇതുപോലത്തെ പ്രസ് ചെയ്തിട്ട് പൊക്കത്തേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നിൽക്കിയ ഹാൻഡ് ബ്രേക്ക് റിലീസാകും. പിന്നെ ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് വണ്ടി ഒക്കെ പല രീതിയിൽ ഹാൻഡ് ബ്രേക്ക്, അത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച്, ഓട്ടോമാറ്റിക്കിനെ കുറിച്ച്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, വണ്ടി സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് നമ്മൾ ന്യൂട്രൽ വണ്ടിയിലാക്കുക. ഇപ്പോൾ ഫസ്റ്റിലാണ് വണ്ടി, ഈ ലെവലിലായിരിക്കും മിക്ക വണ്ടിയും കിടക്കുന്നത്. അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, പതുക്കെ ക്ലച്ച് നമ്മൾ ചവിട്ടിയതിന് ശേഷം പതുക്കെ അതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ ന്യൂട്രായി വണ്ടി. ചിലപ്പോൾ അത് ഈ ലെവലിലായിരിക്കും കിടക്കുന്നത്, സെക്കൻഡ് ഗിയറിലായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ടതേ, ന്യൂട്രായി വണ്ടി ജസ്റ്റ് തട്ടിക്കൊടുത്താൽ മതി, ക്ലച്ച് ചവിട്ടണമെന്ന് മാത്രം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മളിത് ഈ ലൈറ്റുകൾ ഓഫ് ആകണം. ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു ലൈറ്റ് കണ്ട, അതിപ്പോൾ ഓഫായതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. പല വണ്ടിയും പല രീതിയായിരിക്കും. അപ്പോൾ ഇതുപോലെ വണ്ടി ലൈറ്റ് ഓഫാകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത് വണ്ടി ഓട്ടോമാറ്റിക് അതെല്ലാം ഓഫാവും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം പിന്നെ ഫസ്റ്റ് ഇടുക. വണ്ടി നമ്മൾ ഫസ്റ്റ് ഇടാനായിട്ട് ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഇടുക. ഒരു 10-20 സ്പീഡ് പോവുക. 10-20 സ്പീഡിൽ ഫസ്റ്റ് ഇട്ട് പോവുക. 20-30 ലെവലിൽ സെക്കൻഡ് ഇട്ട് പോവുക. നേരെ ബാക്കിലേക്ക് സെക്കൻഡ്. അത് കഴിഞ്ഞ് 20-30-40-50 തേർഡ് ഇടുക. 20-30 കഴിയുമ്പം നമ്മൾ തേർഡ് ഇട്ട് കൊടുക്കുക. ഒരു 40-50 സ്പീഡിൽ മാക്സിമം തേർഡ് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഫോർത്ത്, 50-60 ഫോർത്ത്. എല്ലാവർക്കും ഒരു ടെൻഷനുള്ളൊരു സംഭവമാണ് 5 ഗിയർ ഇടൽ. മിക്കവർക്കും ഭയങ്കര ടെൻഷനാണ് 5 ഗിയർ ഇടൽ. വേറൊന്നും ഓർക്കാനില്ല. ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ 4th ഗിയറിൽ തന്നെ ഇട്ട് കുറച്ച് ഓടിക്കുക. ഓടിച്ചതിന് ശേഷം ഒന്ന് നമ്മൾ കയ്യിലായി കഴിയുമ്പോൾ, കൈയൊക്കെ വഴങ്ങി കഴിയുമ്പോൾ മാത്രം നമ്മൾ 5 ഗിയർ ഇടുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. 5 ഗിയർ ഇടുന്നത് അതായത് 4th ഗിയറിൽ കിടക്കുന്ന വണ്ടി നമ്മൾ ഇങ്ങനെ ന്യൂട്രൽ ലെവൽ കൊണ്ടുവന്നിട്ട് 5 ഇങ്ങനെ എൻഡി കൊണ്ടുവന്നിട്ട് തട്ടിയ 5 ഇടാം. അതായത് ഫസ്റ്റ് ഒരു 10-20 സ്പീഡ്, സെക്കൻഡ് 20-30 സ്പീഡ്, തേർഡ് 30-40 സ്പീഡ്, ഫോർത്ത് 40-50 സ്പീഡ്, ഫിഫ്ത്ത്. പിന്നെ അങ്ങോട്ട് പോവാം 5th ഗിയർ. ഇപ്പോൾ 5th ഗിയർ നമ്മൾ ഒരു 80-70 പോവാം. അത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഡൗൺ ചെയ്യുമ്പോഴാണ്, നമ്മൾ 5th ഗിയറിൽ പോണ വണ്ടി എപ്പോഴും ഡൗൺ ചെയ്യുമ്പോൾ, നമ്മൾ കട്ടർ ആടുമ്പോൾ, നമ്മൾ നേരെ കട്ടർ കാണുമ്പോൾ നമ്മൾ ക്ലച്ചിലും കൂടെ ആയിട്ട് ചവിട്ടരുത്, ബ്രേക്കും ക്ലച്ചും കൂടെ ആയിട്ട് ചവിട്ടരുത്. ഒരിക്കലും ചെയ്യേണ്ട വലിയൊരു തെറ്റാത്. 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ക്ലച്ച് കംപ്ലൈൻ്റ് ആവും. 2, വണ്ടി ചവിട്ടിയാൽ നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 ഗിയറിൽ കിടക്കുന്ന വണ്ടി നമ്മൾ
ഇപ്പോൾ ഒരു പെട്ടെന്നൊരു കട്ടറോ അല്ലെ ആൾക്കാർ വട്ടം ചാടുകയോ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ട സെൻറ്ററിൽ നമ്മുടെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ ചവിട്ടുക. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ ചവിട്ടുക. അതിൽ നമ്മൾ ക്ലച്ച് ഒരിക്കലും ചവിട്ടരുത്. ആക്സിലേറ്ററിൽ നിന്ന് ബ്രേക്ക് ചവിട്ടുക, ഒരിക്കലും ക്ലച്ച് ചവിട്ടരുത്. എന്നിട്ട് നമ്മൾ വണ്ടി 5 ഗിയറിൽ കിടക്കുന്ന വണ്ടി സ്ലോ ആയതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുക. സ്ലോ ആയതിന് ശേഷം ക്ലച്ച് ചവിട്ടുക. ബ്രേക്കും ക്ലച്ചും കൂടെ ചവിട്ടി 5 ഗിയറിൽ കിടക്കുന്ന വണ്ടി നേരെ വലിച്ചു കഴിഞ്ഞാൽ ന്യൂട്രാ. 5 ഗിയറിൽ കിടക്കുന്ന വണ്ടി നേരെ വലിച്ചു കഴിഞ്ഞാൽ ന്യൂട്രാ. അത് നമുക്ക് ഇഷ്ടമുള്ള ഗിയർ, സെക്കൻഡാണ് സെക്കൻഡ്, തേർഡാണ് തേർഡ്. അത് വണ്ടിയുടെ മൂവിങ് അനുസരിച്ചിരിക്കും. നമ്മൾ തീരെ പതുക്കെ പോകണ്ടെങ്കിൽ വലിയ കുഴിയൊക്കെ ആണെങ്കിൽ ഫസ്റ്റിലേക്ക് ഇട്ടിട്ടേ പിന്നെ എടുക്കാവുള്ളൂ. അതായത് 5 ഗിയറിൽ കിടക്കുന്ന വണ്ടി നമ്മൾ നേരെ ബാക്കിലേക്കൊന്ന് തട്ടുക. എന്നിട്ട് സെക്കൻഡ് വേണേൽ സെക്കൻഡ് ഇടുക, ഫസ്റ്റ് വേണേൽ ഫസ്റ്റ് ഇടുക. ഫസ്റ്റ് ന്യൂട്രൽ, സെക്കൻഡ് വേണേൽ തേർഡിലേക്ക് നേരെ ഇടുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ടുപോകും. തേർഡിലൊക്കെ ഇടുക, വലിയ സ്പീഡ് കുറക്കാത്ത സാഹചര്യം തേർഡിൽ തന്നെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കരുത്. ഈ ഗിയർ ഇടുന്നതിനെക്കുറിച്ച് എനിക്ക് ടെൻഷനാണ്, മറ്റാണ് മറിച്ച് നമ്മൾ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. ടെൻഷൻ ഇല്ലാണ്ട് എല്ലാവരും ഈ പ്രശ്നമൊക്കെ ഉണ്ട്. ആദ്യം പഠിക്കുന്ന എല്ലാവർക്കും ഈ പ്രശ്നം, ഗിയർ ഇടുന്നതിന് കയറ്റത്തി വണ്ടി നിൽക്കണില്ല, പലരുടെയും പരാതി. അതൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെ. അതൊക്കെ പഠിച്ച ആരും ഈ പ്രശ്നമൊന്നും തരണം ചെയ്യാണ്ട് ഇതൊന്നും ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വന്നിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതെല്ലാം എല്ലാവർക്കും ഉള്ള സംഭവങ്ങളാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.